എൻ്റെ വിനീത അഭിപ്രായത്തിൽ കേരളം കണ്ട ഏറ്റവും നിഷ്ഠുരമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒന്നായിരുന്നു ടി.പി. ചന്ദ്രശേഖരൻ്റെ. ഇതിന് സമാനമായിട്ട് എൻ്റെ അറിവിൽ 2 കൊലപാതകങ്ങൾ മാത്രമാണ്. ഒന്ന് കെ.ടി. ജയകൃഷ്ണൻ, 2 ആലപ്പുഴയിലെ രഞ്ജിത്ത് കൊലക്കേസ്. കാരണം കൊല ചെയ്യണം എന്ന് മാത്രമല്ല, ആ കൊല ചെയ്യുന്ന രീതിയിലൂടെ ഒരു സന്ദേശം ചിലർക്ക് നൽകുവാനുണ്ടെന്ന രീതിയിലാണ് കൊലപാതകം നടത്തിയത്. ടി.പി. ചന്ദ്രശേഖരൻ മരിച്ചത് 51-ലധികം വെട്ടുകൾ കിട്ടിയിട്ടാണ്. ഒരാളെ കൊല്ലണമെങ്കിൽ അതും ഇത്രയും ആളുകൾ സംഘം ചേർന്ന്, 10-ലധികം ആളുകൾ സംഘം ചേർന്ന് ആ പാവപ്പെട്ട മനുഷ്യനെ ഒറ്റയ്ക്ക് കിട്ടി വെട്ടിക്കൊല്ലണമെങ്കിൽ വളരെ എളുപ്പം കൊല്ലാമായിരുന്നു. പക്ഷെ 51 വെട്ടുകളാണ്. ഈ 51 വെട്ടുകൾ 51 സന്ദേശം ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകാനാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണല്ലോ നമ്മുടെ പാവപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസൻ. എത്ര വെട്ടുകളാണ് ആ മനുഷ്യൻ്റെ ദേഹത്തുണ്ടായത്. നമ്മുടെ ജയകൃഷ്ണൻ മാഷ് താൻ പഠിപ്പിക്കുന്ന വളരെ പിഞ്ച് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് പകല് വെട്ടി നുറുക്കി കൊല്ലുമായിരുന്നു. ഈ 3 കൊലപാതകങ്ങളും രാഷ്ട്രീയ കേരളത്തിൽ നടുക്കിയ കൊലപാതകങ്ങളാണ്. അതിൽ രാഷ്ട്രീയ ഉത്തരവാദിത്തമില്ല എന്ന് ഭാവിക്കുന്നതോ വാദിക്കുന്നതോ മൗഢ്യമാണ്, വിഡ്ഢിത്തരമാണ്. കാരണം പകൽ പോലെ വെളിച്ചമാണ് അതിലുള്ള. ഞാൻ ചോദിക്കട്ടെ, ടി.പി. ചന്ദ്രശേഖരൻ ചെയ്ത തെറ്റെന്താ? അദ്ദേഹം ഒരു പാർട്ടിയുടെ വക്താവായിരുന്നു, പാർട്ടിയുടെ നേതാവായിരുന്നു, പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. വളരെ ക്രിയാത്മകമായിട്ടും സക്രിയമായിട്ടും ആ മേഖലയിൽ പ്രവർത്തിച്ചതാണ്. അദ്ദേഹത്തിന് ചില വ്യതിയാനങ്ങൾ സംഭവിച്ചു. പാർട്ടിയുടെ ചില ദുർനടപടികളെ ചോദ്യം ചെയ്യേണ്ടി വന്നു. അതിനായി തയ്യാറായി അദ്ദേഹം ചില നടപടികളെടുത്ത് അങ്ങനെയുള്ള ആളുകൾ തുടരുന്നത് ഈ പ്രസ്ഥാനത്തിന് അപകടമാണ് എന്ന് ആരോ നിശ്ചയിച്ചു. ആ നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ 51 വെട്ടുകൾ വെട്ടിക്കൊന്നത്. സാധാരണ ഇപ്പോൾ ഒരു കൊട്ടേഷൻ സംഘം എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ടല്ലോ, കൊട്ടേഷൻ സംഘത്തിന് അയച്ചാലും ഈ 51 വെട്ടുകൾ എന്തിനാ? വി.എസ്. അച്യുതാനന്ദൻ വരെ ആ ക്രൂരകൃത്യത്തെപ്പറ്റി അപലപിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അച്ചടക്കവും നിബന്ധനകളും കാരണം കൂടുതൽ തുറന്ന് അന്ന് സംസാരിക്കാൻ പറ്റിയില്ല. പിന്നീട് അദ്ദേഹം നിലപാട് മാറ്റി. ടി.പി. ചന്ദ്രശേഖരൻ്റെ ഭാര്യ പറഞ്ഞു 52ാമത്തെ വെട്ടാണ് വി.എസ്. വെട്ടിയത് എന്ന്. ആ സ്ഥിതിയിലേക്ക് എത്തി. ഇതിൽ തികച്ചും രാഷ്ട്രീയമില്ലാണ്ട് ഒരു സാധാരണ കൊലപാതകമെന്ന് കേരളത്തിലെ ശൈശവ സ്വഭാവത്തിലുള്ള പൗരന്മാർ പോലും വിശ്വസിക്കില്ല. അത്ര പ്രകടമാണ്. മാത്രമല്ല, ഈ കൊലക്കേസ് നടന്നതിന് ശേഷം വടക്കേ മലബാറിലെ പാർട്ടി പ്രവർത്തകർ നിരാശരായി. അവർ ഭയങ്കര ആശയക്കുഴപ്പത്തിലായി. എങ്ങനെയാണ് നീതീകരിക്കേണ്ടത്, എങ്ങനെയാണ് ശരിവെക്കേണ്ടത് എന്നറിയാതെ എന്ത് നിലപാടെടുക്കണം എന്ന് സംശയിക്കുന്നുണ്ട്. അവിടെയാണ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃപാടവം വ്യക്തമായത്. പിണറായി വിജയൻ 3-4 വൻപിച്ച യോഗങ്ങൾ നടത്തി ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതകപ്പറ്റി ഒരു വാക്ക് പോലും പരാമർശിക്കാതെ പാർട്ടിയുടെ നയപരിപാടികൾ വിശദീകരിച്ചുകൊണ്ട് പാർട്ടി അണികളിലുള്ള സംശയങ്ങൾ മുഴുവൻ മാറ്റിയെടുത്ത് പാർട്ടിയെ പ്രതിരോധിക്കാൻ സജ്ജമാക്കി. വാസ്തവത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ നേതൃപാടവത്തെ നമ്മൾ അഭിനന്ദിച്ച് മതിയാകും. വേറെ ഏത് പാർട്ടിയിലുള്ള നേതാക്കന്മാർക്കുണ്ട് ഈ സമയോചിതമായ കഴിവ് പ്രകടിപ്പിക്കാനുള്ള വൈദഗ്ധ്യം? അതിൻ്റെ ഫലമായിട്ട് പാർട്ടി നേതൃത്വം ഈ പ്രതികളുടെ സഹായത്തിൽ വന്നു. ശ്രീ എം.വി. ജയരാജനും പി. ജയരാജനും പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ടു, പ്രശ്നമുണ്ടാക്കി, കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു, അഭിഭാഷകരെ അയക്കണമെന്ന് പറഞ്ഞു, മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടി രംഗത്തെത്തിക്കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സാധാരണ കൊലപാതകമാണെങ്കിൽ പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാർ, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാർ ഈ മാതിരി രംഗത്ത് ഇറങ്ങേണ്ട കാര്യമുണ്ടോ? പിന്നെ വക്കീലുമാരും മാർക്സിസ്റ്റ് അനുഭാവികൾ, അത് സ്വാഭാവികമാണ്. കാരണം അവർക്ക് കൂടുതൽ
വിശ്വാസമുള്ള അഭിഭാഷകരാണല്ലോ അവർ ഏർപ്പെടുത്തുന്നത്. അതിന് ഞാൻ തെറ്റ് കാണുന്നില്ല. പക്ഷേ ഇതൊരു സാധാരണ കൊലപാതകമാണെന്നും രാഷ്ട്രീയമായിട്ട് ബന്ധമില്ല എന്നും ആരെങ്കിലും അഭിനയിക്കുകയോ അല്ലെങ്കിൽ വിശദീകരിക്കുകയോ ചെയ്യുന്നവരെ അല്പം പോലും വിശ്വസിക്കാൻ കേരളത്തിലെ വലിയ രാഷ്ട്രീയ പരിജ്ഞാനമൊന്നുമില്ലെങ്കിലും രാഷ്ട്രീയ പരിചയമുള്ള വ്യക്തികൾ പോലും സമ്മതിച്ചു കൊടുക്കില്ല.